നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാസങ്ങൾക്ക് ശേഷം തലയും മറച്ച് കയ്യിൽ തോക്കുമായി ആയത്തുള്ള അലി ഖമനേയി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതിന്റെ ചില വിശദാംശങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഖമനേയി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഹിസ്ബുള്ള തലവൻ മരണപ്പെട്ട ഹസൻ നസറുള്ളയുടെ ചടങ്ങുകൾക്കായിട്ടാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ലബനനിൽ ഖമനേയി പറന്നിറങ്ങി എന്നാണ് വിവരങ്ങൾ. ചില രഹസ്യ വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമയം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലബനന് മുകളിൽ പറന്നുവെന്നും ഹിസ്ബുള്ള കൂട്ടം ചിതറി ഓടിയെന്നുമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. എന്നാൽ തലയിൽ കറുത്ത തുണിയുമിട്ട് പുറത്തേക്കിറങ്ങിയത് ആയത്തുള്ള അലി ഖമനേയി തന്നെയാണോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത്. കാരണം മുഖമൊന്നും കാണാൻ സാധിക്കില്ല. ഖമനേയി കിടപ്പിലാണെന്നും മകന് അധികാരം നൽകി എന്നുള്ള വിവരങ്ങളൊക്കെ മുൻപ് പുറത്തു വന്നതാണ്. പക്ഷേ ഖമനേയിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് തെളിയിക്കുന്നതിനു വേണ്ടി ഖമനേയിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളും സൈബർ പേജുകളുമൊക്കെ സജീവമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചില പോസ്റ്റുകളൊക്കെ ഇടുകയും ചെയ്തിരുന്നു. ഇസ്രയേലിനെയും അമേരിക്കയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇതിലേറെയും. ഖമനേയി ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിനും ഖമനേയി കിടപ്പിലല്ല എന്ന് വരുത്തി തീർക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ നീക്കങ്ങൾ എന്നാണ് വിവരങ്ങൾ. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വന്നത്, അതായത് ഹസൻ നസറുള്ളയുടെ ചടങ്ങുകൾക്ക് വേണ്ടി പുറത്തേക്കിറങ്ങിയത് ഖമനേയിയാണോ അതോ മകൻ ഖമനേയിയാണോ എന്നുള്ളതാണ് വലിയ ചോദ്യം. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട് ഏകദേശം 5 മാസങ്ങൾക്ക് ശേഷം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശത്താണ് വലിയ കൂട്ടം ജനങ്ങൾ ഒത്തുകൂടിയത്. എന്നാൽ നിരീക്ഷണത്തിനിറങ്ങിയ ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ കണ്ട് ഹിസ്ബുള്ള കൂട്ടം കുറച്ചുനേരം ആശങ്കയിലായതായും പിന്നീട് ചിതറിയോടുന്ന ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. വലിയ സമ്മേളനത്തിന് മുകളിലൂടെ പറക്കുന്ന ഇസ്രയേലി യുദ്ധവിമാനങ്ങളുടെ ശബ്ദം താഴെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ആളുകളെ അല്പനേരം സ്തബ്ധരാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹസൻ നസറുള്ളയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമുള്ള ചില ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് ഇതുവരെ ലബനനിൽ നടത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് അന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചത് ഇസ്രയേലിനെ തകർത്തെറിഞ്ഞിട്ടേ ഹസൻ നസറുള്ളയ്ക്ക് വേണ്ട മറ്റ് ചടങ്ങുകൾ നടത്തൂ എന്നായിരുന്നു. എന്നാൽ അതിന് കഴിഞ്ഞില്ല. ഇസ്രയേലിനെ ഒന്ന് തൊടാൻ പോലും ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞില്ല. പകരം ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിച്ചു വിട്ടു ഇസ്രയേൽ. ഇപ്പോൾ ആ ചടങ്ങുകളാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. ഈ സമയം മുകളിലൂടെ 4 ഇസ്രയേലി F-16 യുദ്ധവിമാനങ്ങളാണ് പറന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഹസൻ നസറുള്ളയുടെ ശവസംസ്കാരമാണ്. ലോകത്തെ മെച്ചപ്പെട്ട സ്ഥലമായി ഇത് മാറിയെന്ന് ഇസ്രയേൽ സൈന്യം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ചടങ്ങിലാണ് ഖമനേയി പങ്കെടുത്തത് എന്നാണ് വിവരങ്ങൾ. ഇതിനു മുൻപും ഹസൻ നസറുള്ളയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്താനാണ് മുൻപ് ആയത്തുള്ള അലി ഖമനേയി പൊതുമധ്യത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത്. അത് ഇറാനിൽ വെച്ചായിരുന്നു. അന്നാണ് ഖമനേയി ഇസ്രയേലിനെയും അമേരിക്കയെയും വെല്ലുവിളിച്ചത്. അമേരിക്ക പേപ്പട്ടിയാണെന്നും ഇസ്രയേൽ രക്തരക്ഷസാണെന്നും തിരിച്ചു മറുപടി നൽകും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അന്ന് ആയത്തുള്ള അലി ഖമനേയി നടത്തിയിരുന്നു. എന്നാൽ ഈ തീപ്പൊരി പ്രസ്താവനകളൊക്കെ നടത്തിയതിനു ശേഷം ആയത്തുള്ള അലി ഖമനേയിയെ പിന്നെ പൊതുമധ്യത്തിൽ ആരും കണ്ടിട്ടില്ല. ഇസ്രയേൽ പിന്നീട് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഖമനേയിക്ക് പരിക്കേറ്റുവെന്നും ഖമനേയി കിടപ്പിലായി എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെയാണ് പരന്നത്. എന്തായാലും ആ വിഷയത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്ത് പറ്റി ഖമനേയിക്ക് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാത്രം നിൽക്കുകയാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഖമനേയി രംഗത്തേക്കിറങ്ങി എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇസ്രയേലുമായുള്ള സംഘർഷത്തിലൂടെ ഷിയ മുസ്ലിം ഗ്രൂപ്പിനെ നയിക്കുകയും പ്രാദേശിക സ്വാധീനമുള്ള ഒരു സൈനിക ശക്തിയായി ഹിസ്ബുള്ളയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും നേതൃത്വം നൽകുകയും ചെയ്തത് ഹസൻ നസറുള്ളയായിരുന്നു. ഹസൻ നസറുള്ളയുടെ കൊലപാതകം അത് ഹിസ്ബുള്ളയെ പാടെ തകർത്തെറിഞ്ഞിരുന്നു. ഇറാന്റെ നട്ടെല്ലൊടിയുന്ന നീക്കമായിരുന്നു അത്. ഹിസ്ബുള്ളയെ വളരെ അധികം ദുർബലപ്പെടുത്തുന്നതായിരുന്നു ഇസ്രയേലിന്റെ കടന്നുകയറിയുള്ള ആക്രമണം. ഒരു തരത്തിലും ഹിസ്ബുള്ളയ്ക്ക് നിവർന്നു നിൽക്കാനുള്ള അവസരം ഇസ്രയേൽ കൊടുത്തില്ല. ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശത്തെ ഒരു സ്റ്റേഡിയത്തിലാണ് നസറുള്ളയ്ക്കും കൊല്ലപ്പെട്ട മറ്റ് നേതാക്കൾക്കും വേണ്ടി ഞായറാഴ്ച ശവസംസ്കാര ചടങ്ങുകൾ നടന്നത്.
ഹിസ്ബുള്ളയുടെയും ഹസൻ നസറുള്ളയുടെയും ചിത്രങ്ങളുമായാണ് വലിയ രീതിയിൽ അനുയായികൾ ഒത്തുകൂടിയത്. 5,05,000 സീറ്റുകളുള്ള ക്യാമ്പിൽ ചാമൌൺ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം ചടങ്ങ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ നിറഞ്ഞിരുന്നുവെന്ന് AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നസറുള്ളയുടെ ശവസംസ്കാര ദിനത്തിൽ ഇസ്രയേലിനെതിരെ തുടർന്നും പ്രതിരോധം നടത്തുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പ്രതിജ്ഞയെടുത്തു. കയ്യേറ്റം, അടിച്ചമർത്തൽ, അഹങ്കാരം എന്നിവയ്ക്കെതിരായ പ്രതിരോധം അവസാനിച്ചിട്ടില്ലെന്നും ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അത് തുടരുമെന്നും ശത്രുക്കൾ അറിയണം. ഖമനേയി തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലാണ് ഇത് കുറിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഇസ്രയേൽ വലിയ തിരിച്ചടികളാണ് ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തത്. അതായത് ഇനിയും തല പൊക്കാൻ പറ്റാത്ത വിധത്തിൽ പത്തിക്ക് നോക്കി അടിച്ചു. പൊട്ടിത്തെറിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും ഉപയോഗിച്ച് ലബനനിലെയും സിറിയയിലെയും ഹിസ്ബുള്ള പോരാളികളെ ഒന്നടങ്കം തകർത്തെറിയാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു. അന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 2024 സെപ്റ്റംബർ 17 ആദ്യ സ്ഫോടന പരമ്പരയുണ്ടാകുന്നത്. സിറിയയിലും ലബനനിലും കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച പേജറുകൾ അന്ന് ആയിരക്കണക്കിന് പേരുടെ ജീവനാണ് എടുത്തത്. നിരവധി ഹിസ്ബുള്ളകൾ കണ്ണും കൈയും കാലുമൊക്കെ നഷ്ടപ്പെട്ട് കൊല്ലാക്കൊല ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. 3000-ഓളം പേർക്ക് പരിക്കേറ്റുവെന്നാണ് കണക്ക്. 71 വീടുകളിൽ അന്ന് തീപിടുത്തമുണ്ടായി അത്രേ. ഹിസ്ബുള്ള നേതാവിനെ മാത്രം ലക്ഷ്യം വെച്ചും സമീപത്തുള്ള മറ്റാർക്കും പരിക്കേൽക്കാത്തതുമായ ശരിയായ അളവിലുള്ള സ്ഫോടക വസ്തു കണ്ടെത്താൻ ഡമ്മികളിൽ പലതവണ മൊസാദ് ചാരന്മാർ പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് വിവരങ്ങൾ. കണ്ണും കയ്യുമില്ലാതെ ലെബനനിലുള്ള ഹിസ്ബുള്ളകൾ തെരുവിലൂടെ അലയണം, ഇതായിരുന്നു മൊസാദിന്റെ ലക്ഷ്യമെന്നാണ് വിവരങ്ങൾ. പേജർ ആക്രമണം പെട്ടെന്നുണ്ടായതല്ല എന്നും അതിനായി ഇസ്രയേൽ 2 വർഷത്തെ തയ്യാറെടുപ്പാണ് നടത്തിയതെന്നും വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വിനാശകരമായ യുദ്ധതന്ത്രങ്ങളിലൊന്നായാണ് മൊസാദിന്റെ പേജർ അറ്റാക്ക് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധിച്ചു നിൽക്കാൻ ഏതടവും പയറ്റുന്ന ഇസ്രയേൽ നയം തന്നെയാണ് മൊസാദിനുമുള്ളത്. മൊസാദ് എന്ന കൊലയാളിയെ നിയന്ത്രണമില്ലാതെ ഇസ്രയേൽ അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്നാണ് ആയത്തുള്ള അലി ഖമനേയി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മൊസാദ് എന്ന ഭയം ഇറാനെയും അതുപോലെ തന്നെ HHനെയും വേട്ടയാടുകയാണ്. മൊസാദിന് മുകളിൽ ഒന്നിനും സ്ഥാനമില്ല. അതായത് മൊസാദിനെ നിയന്ത്രിക്കാനോ മൊസാദിന് മേൽ തീരുമാനങ്ങൾ എടുക്കാനോ മറ്റാരുമില്ലെന്ന് മാത്രമല്ല, മൊസാദിന്റെ തീരുമാനങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുമില്ല. ഇസ്രയേലിനുള്ളിൽ ഡീപ് സ്റ്റേറ്റ് എന്നാണ് മൊസാദിനെ വിശേഷിപ്പിക്കാറുള്ളത്. അതായത് എല്ലാ അധികാരത്തോടെയും ഇസ്രയേലിനുള്ളിൽ നിലകൊള്ളുന്ന മറ്റൊരു കുഞ്ഞൻ രാജ്യമായി തന്നെ ഇസ്രയേലിന്റെ ഈ ചാര സംഘടനയെ വിശേഷിപ്പിക്കാം. $2.73 ബില്യൺ മൊസാദിന്റെ ശരാശരി പ്രതിവർഷ ബജറ്റ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി മാത്രമേ മൊസാദിന് നേരിട്ട് ബന്ധമുള്ളൂ. ലോകത്തിന്റെ പല കോണുകളിലുമായുള്ള മൊസാദിന്റെ ചാരക്കണ്ണുകൾ പല ആഭ്യന്തര കാര്യങ്ങൾ പോലും ആ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഇസ്രയേലിൽ എത്തിച്ചിരിക്കും. മൊസാദ് അല്ലാതെ ഇസ്രയേലിന് കീഴിൽ മറ്റ് 2 രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടിയുണ്ട്. മിലിറ്ററി ഇന്റലിജൻസ് ആയ അമൻ, ആഭ്യന്തര സുരക്ഷയ്ക്കായുള്ള ഷിൻബെറ്റ് എന്നിവയാണ് അവ. രഹസ്യവിവര ശേഖരണം, രഹസ്യ ഓപ്പറേഷനുകൾ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം എന്നിവയാണ് മൊസാദിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമകൾ. ആ കടമകളെല്ലാം കൃത്യമായി തന്നെ നിർവഹിക്കുന്നതും മൊസാദ് തന്നെയാണ്. ഇസ്രയേലിന്റെ ഒരു കാവൽ മാലാഖ എന്നാണ് മൊസാദിനെ വിശേഷിപ്പിക്കാറുള്ളത് പോലും. ആ മൊസാദാണ് ഹിസ്ബുള്ളയുടെ അടിവേരിളക്കിയത്. നസറുള്ളയുടെ തലയെടുത്തതും ഈ തലച്ചോറ് തന്നെയാണ്. എന്നാൽ മൊസാദിനെ ഒന്ന് തൊടാൻ പോലും ഈ ഭീകര ഗ്രൂപ്പുകൾക്ക് കഴിയുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.